ഇന്ന് നമ്മളൊരു സിമ്പിൾ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഗീ റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോർ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റൈസാണ് നെയ്ച്ചോർ. ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ നെയ്ച്ചോർ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നെയ്ച്ചോർ തയ്യാറാക്കുന്നതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് അരി, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ബേ ലീവ്സ്, കുറച്ച് കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത്, 2 ചെറിയ സവാള കട്ട് ചെയ്തത്, ആവശ്യത്തിന് നെയ്യ്. ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കർ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ ഗീ ചേർക്കുക. ചൂടായതിനു ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കളർ മാറി തുടങ്ങുമ്പോൾ വറുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. വറുത്ത് മാറ്റാം. റൈസിൻസ് കൂടി ചേർത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കുക. ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നെയ്ച്ചോറരി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് അരിയിലേക്ക് 4 കപ്പ് വെള്ളം. തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. റൈസ് ഒന്ന് കുക്കായി വരുമ്പോൾ ബേ ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കുക. റൈസ് ഒന്ന് വലുതായി പൊങ്ങി വരുന്ന സമയത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവിയെല്ലാം പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ നെയ്ച്ചോർ കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്യൂ നട്ട്സും റൈസിൻസും എല്ലാം കൂടി ഉപയോഗിച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഗീ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ നെയ്ച്ചോർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.